പിസ്സയും ബർഗറും ഒക്കെ ഉണ്ടാവുന്നതിന് മുൻപ് നമ്മുടെയൊക്കെ വീടുകളിൽ വിളമ്പിയിരുന്ന ഒരു നാടൻ പലഹാരമാണ് ഇലയട. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഇലയട എങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ഇലയട നമ്മൾ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ശർക്കര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ശർക്കര ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ശർക്കര 1/2 കിലോ മുഴുവനായിട്ടും ചേർക്കുന്നില്ല കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിലേക്ക് 1 തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുഴുവൻ തേങ്ങ, ഏകദേശം ഒരു 2 കപ്പോളം വരും ഈ ചിരകിയ തേങ്ങ. ഇത് നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനി ആദ്യം ഒന്ന് ചേർത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി ഒരുപാട് കൂടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മധുരവും ഒരുപാട് കൂടിപ്പോകും. അതുപോലെ തന്നെ ഇത് കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ചും മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പ് കൂടി ശർക്കര പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ മധുരത്തിനനുസരിച്ചിട്ടും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റൊക്കെ അനുസരിച്ചിട്ടും ശർക്കരയുടെ അളവിൽ, അതായത് ശർക്കര പാനിയുടെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വരാണ് വേണ്ടത്. എന്നാൽ ഒരുപാട് വറ്റി ഹാർഡായി പോവരുത്. ഇതിൽ ചെറിയൊരു നനവുണ്ടാവും വേണം. എന്നാൽ തേങ്ങയ്ക്ക് ഇതുപോലെ ഉതിർന്നു വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എപ്പോഴും ഇത് നനവോടുകൂടി തന്നെ ഈ മിക്സ് ഉണ്ടാകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടി എടുക്കാം. 2 കപ്പ് അപ്പം പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത പൊടി എടുക്കാനായിട്ടും അതുപോലെ നൈസായിട്ടുള്ള പൊടി എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലർ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഒരിക്കലും വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. പൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കാറ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ തിളച്ച വെള്ളം കുറച്ച് വീതം ഈ പൊടിയിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വീതം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൈ ഉപയോഗിക്കരുത് കേട്ടോ. വീണ്ടും ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് അല്ലെങ്കിൽ കൊഴുക്കട്ടയ്ക്ക് ഒക്കെ കുഴയ്ക്കുന്ന ആ സെയിം പരുവത്തിലാണ് ഇതും നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുട്ടുപൊടി എടുക്കരുത്. അതായത് നൈസായിട്ടുള്ള പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പൊടിയൊക്കെ ഏകദേശം ഒന്ന് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് ചൂട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് സ്റ്റിക്കിയല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ചപ്പാത്തി മാവിനും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കരയും ചേർത്തിട്ടുള്ള മിക്സും തയ്യാറായിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാനിതുപോലെ കുറച്ച് വെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കയ്യിൽ നനച്ചിട്ട് ഇതൊന്ന് പരത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളിവിടെ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഓരോ വാഴയിലായിട്ട് എടുക്കാം. എന്നിട്ട് കൈയൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഓരോ ബോൾസായിട്ട് നമുക്കൊന്ന് പിടിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന വാഴയിലയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് മാവിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഈ വാഴയിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വീണ്ടും വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം കൂട്ടി പരത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൈയൊന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എല്ലാ വശവും ഒരേ കനത്തിൽ പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് എടുത്തിട്ട് ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കാം. അതായത് മുഴുവൻ നമ്മൾ പരത്തണമെന്നില്ല, ഒരു പകുതിക്ക് മാത്രം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം ഈ ഫില്ലിങ് നിറച്ചു കൊടുക്കാനായിട്ട്.
ഇനി നമുക്ക് ഈ വാഴയില പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയുടെ എല്ലാ അരികും ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സീലായി കിട്ടിക്കോളും, ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടയും തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് പരത്തുമ്പോൾ എല്ലാ വശവും ഒരേ കനത്തിലായിരിക്കണം. ഒരുപാട് കട്ടി കൂട്ടരുത് കേട്ടോ. നമുക്ക് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പരത്തുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ്. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് കൈ ഒന്ന് ഇടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിനകത്ത് ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയായാലും ചേർക്കാം. ചിലർ ഇതിനകത്ത് ഏത്തപ്പഴമൊക്കെ അരിഞ്ഞ് ചിലപ്പോൾ നെയ്യിലേക്കൊന്ന് വാട്ടിയതിന് ശേഷം ചേർക്കുന്നവരുണ്ട്. ഇനി അതല്ല നട്ട്സ്, കിസ്മിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ അടയും ആവിയിൽ വെക്കാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് അട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ അടയും കൂടി ഒരുമിച്ച് തിക്കി കൂട്ടി വെച്ച് കൊടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ അടയും വെന്ത് വരില്ല. അപ്പോൾ ഒരു 3-4 എണ്ണം വീതം നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് 15 മിനിറ്റ് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. വാഴയിലയുടെ കളറൊക്കെ മാറി എല്ലാ വശവും ഒരേപോലത്തെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടയെല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ സ്റ്റീമറിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടയും ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ അട ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. എല്ലാം ഒരേ ഡയറക്ഷനിൽ വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയായിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇലയുടെയും തയ്യാറായിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ടോ ഇനി അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.